ഇന്നത്തെ വചനം സങ്കീർത്തനം 32:1 ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ദാവീദ് ഇവിടെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നത് ധനികന്മാരെയോ ശക്തന്മാരെയോ അധികാരമുള്ളവരെയോ അല്ല, പാപം ക്ഷമിക്കപ്പെട്ടവനെയാണ്. ഈ വചനം ദാവീദിന്റെ ഒരു അനുഭവമാണ്. ബത്ശേബയുമായുള്ള പാപത്തിന് ശേഷം അവൻ മനസ്സിലാക്കി, തിരിച്ചറിഞ്ഞു, ക്ഷമിക്കപ്പെടുന്നതാണ് എത്ര വലിയ ആശ്വാസമെന്ന്. ലംഘനം, ദൈവ കൽപ്പന തെറ്റിക്കുക, പാപം മറയ്ക്കുക എന്നതൊക്കെയാണ്. അത് ഇനി നമ്മുടെ കണക്കിലില്ല, ദൈവം ഓർക്കുന്നില്ല. കാരണം ദൈവം നമ്മുടെ പാപത്തെ മറയ്ക്കുമ്പോൾ അത് തേച്ചുമാച്ചു കളയുകയല്ല, അതിൻ്റെ ശിക്ഷ അവിടുന്ന് ഏറ്റെടുത്ത് നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് അത് മായ്ച്ചു കളയുകയാണ്. അത് കാൽവറി ക്രൂശിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. കവേർഡ് ബൈ ഗ്രേസ്. നമ്മുടെ കുറവുകളെ ന്യായീകരിക്കാതെ ദൈവം അവയെ സ്വയം മറയ്ക്കുന്നു. അതാണ് യഥാർത്ഥ ഭാഗ്യാവസ്ഥ. പ്രോസ്പിരിറ്റി ബാങ്ക് ബാലൻസിലോ അല്ലെങ്കിൽ അനുഗ്രഹങ്ങളിലോ അല്ല, ക്ഷമിക്കപ്പെട്ട മനസ്സാക്ഷിയിലാണ്. നമ്മൾ ഭാഗ്യവാന്മാരാകുന്നത് നമ്മൾ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, ഫോർഗീവൻ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച നാം ഇനിയും കുറ്റബോധത്തിലല്ല ജീവിക്കേണ്ടത്, കൃപയാൽ മറയ്ക്കപ്പെട്ടവരാണ് എന്ന ബോധ്യത്തിലാണ്. അതിനായി ഈ വചനം സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.